ഈവനിങ് ഗൈസ്. മുമ്പേ ഇങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ രണ്ടു പേർക്ക് പഠിച്ചിട്ട് വന്നേനെ. പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ശരണ്യ ചേച്ചി ആണെങ്കിലും ശ്രീതു ആണെങ്കിലും അർജുനാണെങ്കിലും രതീഷ് ചേട്ടൻ സിജോ ഒക്കെ നമ്മുടെ ഫാമിലിയാണ്. അപ്പോൾ അവരുടെ ശരണ്യ ചേച്ചി ആദ്യത്തെ ഒരു പടി എന്നുള്ള രീതിയിൽ ഇതിൽ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലും വലിയ വലിയ ഉയരങ്ങളിലെത്തട്ടെ, നിങ്ങൾ വലിയ വലിയ ഉയരങ്ങളിലെത്തട്ടെ. സന്തോഷം. പരിപാടിക്ക് എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു അവസരത്തിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒഴിവാകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി സിജോ അളിയ, നീ ഈ ടീമിന്റെ മെമ്പറാണ്. ഒരു വിളിക്ക് ഓടി വന്നതാണ്. നിന്റെ വാക്കുകൾ വേണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശരണ്യെ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ശരണ്യായിട്ട് ഏറ്റവും ആദ്യമായിട്ട് കാണുന്ന മൊമെന്റ് പോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യാറ്. അപ്പോൾ ഏറ്റവും വലിയ ഡ്രീമായിട്ട് പറഞ്ഞ കാര്യമാണ് ഈ സ്കൈക്കോഡ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ. അപ്പോൾ മനീഷായിട്ട് എപ്പോഴും അവിടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ജേണിയിൽ എപ്പോഴും എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഇവരിത് ബിബി പുറത്തിറക്കി കഴിഞ്ഞിട്ട് ഒരു പാട്ടിൻ്റെ കാര്യം ആരും വരുന്നു, ആര് പാടുന്നു, ആര് അഭിനയിക്കുന്നു, എല്ലാ കാര്യങ്ങളും ശരണ്യ എൻ്റെ അടുത്ത് അപ്പം തന്നെ വിളിച്ചിങ്ങനെ പറയാറുണ്ട്. ശരണ്യ വിളിക്കും, അളിയ ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ ഫാമിലിയാണ്. അപ്പോൾ ആ ഫാമിലിയിലെ ഓരോ ആൾക്കാരും പടിപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ ഈ ഒരു പ്രിയതമയുടെ ഭാഗമായിട്ട് നമ്മുടെ അർജുൻ, ശ്രീതു ഇവരാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത് പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ഹാപ്പിയാണ്. അപ്പൊ എൻ്റെ അടുത്ത് ശരണ്യെ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞേ, ആദ്യം എനിക്ക് പറഞ്ഞത് സിജോ നീ ഇതിന്റെ പൂജയാണ് വരണം എന്ന് പറഞ്ഞു. പിന്നീട് എനിക്ക് സഡനായിട്ട് പറഞ്ഞു, എടാ നീ ഇതിന്റെ ചെറിയ പാർട്ടായിട്ട് ക്യാമറയുടെ മുന്നിൽ കൂടെ നടന്നു പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷമാണ്. കാരണം നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരാണ് എല്ലാവരെയും കാണുക, അവരുടെ കൂടെ നിൽക്കുക പറയുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഓൾറെഡി ശരണ്യ മനീഷേട്ടനൊക്കെ ഇവിടെ നെക്സ്റ്റ് പ്രോജക്റ്റിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ ഫ്രണ്ടിരിപ്പുണ്ട്, ഗബ്രി, ജാസ്മിൻ, നിഷാന, നന്ദന എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും അതിന്റെ ഭാഗമായിരിക്കും. ഓൾറെഡി അവര് പറഞ്ഞിട്ടുണ്ട്. വലിയ വലിയ പ്രോജക്റ്റ് ഒക്കെ അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ പടിപടിയായിട്ട് ഇത് തന്നെ കിടലാണ്. അപ്പോൾ ഇനി ഓരോ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിനേക്കാൾ സുഖമായിട്ട് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരിടുകയാണ്. പിന്നെ അതിനുണ്ടായിരുന്ന ഞങ്ങളിപ്പോൾ പറയുന്നത് ടാലന്റിന്റെ താരങ്ങളാണ് അർജുനും ശ്രീതുവും. അപ്പോൾ നമുക്ക് ഈ ഒരു ആൽബവും ടാലന്റ് ലെവലിലേക്ക് തന്നെ റീച്ച് ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അർജുന്റെ സിനിമയ്ക്ക് ഞാൻ എല്ലാവിധ ഭാവങ്ങളും ഒരുക്കിക്കൊണ്ടേക്ക് എത്തിയിരിക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് രതീഷ് കുമാർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ബിഗ് ബോസിന്റെ ഫസ്റ്റ് ആഴ്ചയിൽ തന്നെ ഔട്ടായിട്ടായിരുന്നു. അത് കൈതിരിവ് കാരണമാണ് ഔട്ടായത്. എന്തായാലും ഈ ഒരു സ്കൈക്കോഡിന്റെ ആദ്യത്തെ സംരംഭം ശരണ്യ, മനീഷേട്ടൻ ഇവര് രണ്ടുപേരും കൂടിയിട്ട് നടത്തുന്ന സ്കൈക്കോഡ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ കമ്പനി, അതിന്റെ ആദ്യത്തെ സംരംഭത്തിൽ എനിക്ക് ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദി ഞാൻ ഇതിനകം തന്നെ ഞാൻ രേഖപ്പെടുത്താണ്. മാത്രമല്ല ശരണ്യ വാക്ക് പാലിച്ചു. ശരണ്യ ബിഗ് ബോസിൽ നിന്ന് ഞാൻ രണ്ടാമത്തെ എൻട്രി വന്നപ്പോൾ ശരണ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, രതീഷായിട്ടോട് ഒരു കാര്യം പറയാനുണ്ട്, ഞാനൊരു സംഭവം ഉണ്ട് പുറത്ത് വെച്ച് ഞാൻ തരാമെന്ന്. ഞാൻ ശരണ്യയുടെ അടുത്ത് ഒരുപാട് തല്ലു കൂടിയിട്ടുള്ളതാണ്. ഞാൻ വിചാരിച്ചു ഇന്ത്യയാണെന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, ഈ ഒരു വലിയൊരു നല്ലൊരു ആൽബം, അതായത് പ്രിയതമ എന്ന് പറഞ്ഞ നല്ലൊരു ആൽബം, എല്ലാവരും സ്നേഹിക്കുന്ന നമ്മുടെ അർജുനായാലും ശ്രീതു ആയാലും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് അർജുൻ, ശ്രീതു. അത് കഴിഞ്ഞ് ഒപ്പത്തിനൊപ്പം ഗബ്രിൻ, ജാസ്മിൻ ഉണ്ട്. അപ്പോ എന്തായാലും ഈ ഒരു പ്രിയതമ എന്ന് പറഞ്ഞാൽ അത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല ഫീല് തരുന്ന. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ചോദിക്കാനുള്ളത്, എല്ലാവരും കണ്ടല്ലോ, എങ്ങനെ ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടു പറയുന്നുണ്ട്, കുറെ പേര് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബിനു, വെരി താങ്ക് യു. സായി ആൻഡ് കാതരിക രണ്ടുപേരും കൂടി ഒരുമിച്ചാണ്. അല്ല, റിവ്യൂ പറയാനാണെങ്കിൽ കാറും സ്റ്റിയറിംഗുമാണ്. Rating on a honest note 3.55. See, first of all, ശരണ്യ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് തന്നെ വി ആർ വെരി എക്സൈറ്റഡ്. ബിക്കോസ് നമുക്കും ഇതിൻ്റെ ഭാഗമാകാൻ പറ്റുന്നുള്ളതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും ശ്രമിക്കും. സോ നല്ല നല്ല പ്രൊജക്റ്റുകൾ ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരണം. ആൻഡ് ശ്രീതു, അർജുൻ ரொம்ப நல்லா இருக்குது. എസ്പെഷ്യലി ശരണ്യയുടെ കാര്യം പറയുമ്പോൾ
ശരണ്യ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇത്രയും എഫേർട്ട് എടുത്ത് ആ ഒരു എഫേർട്ട് കണ്ടാണ് നമ്മൾ അന്ന് ആ ഒരു ഷൂട്ടിന്റെ സമയത്ത് ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പൻ. ആ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നില്ല. ശരണ്യ അത് പറയണോ? ശരണ്യ അത് പറയണോ? നമ്മളെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായ ഗഡ്ബഡ് ഇല്ല, കുറെ കാര്യങ്ങൾ തരണം ചെയ്തിട്ടാണ് എത്തിയത്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, കാരണം അന്ന് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കുറച്ച് വിഷ്വൽസ് ഞങ്ങളുടെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. സോ അത് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു, വിഷമമൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം എന്നൊന്നു ഒരു കുഴപ്പവും പറ്റുന്നില്ല. എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ആളാരാ ഏതാണെന്നൊന്നും ഞാൻ പറയണില്ല. പാവം എവിടെയെങ്കിലൊക്കെ ജീവിച്ചു പോകുന്നു. എനിക്കിതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ രണ്ടുപേരും. കാരണം അതിനൊരു കയ്യടി കൊടുക്കണമെന്നില്ല. കാരണം ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താക്കന്മാരും. അതൊരു വലിയൊരു ആൾക്കാർക്കുള്ള ഒരു വലിയ സന്ദേശമാണ്. കാരണം ഇന്ന് പല രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുമ്പോൾ രണ്ടുപേരും കൂടി സ്കൈകോഡ് എന്ന് പറയുന്ന ഒരു പുതിയ പ്രൊഡക്ഷൻ ഹൗസ് തന്നെ തുടങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് മറ്റൊന്നുമില്ല. അതിനാണ് എൻ്റെ മനസ്സറിഞ്ഞിട്ടുള്ള കയ്യടി. അതിനാണ്. അപ്പൊ ഇവിടെ ശരണ്യ വന്നിട്ട് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് എന്താ വിജയം, ഒരു ആൽബമാണോ എന്നുള്ളതൊക്കെ തോന്നിയത്. പക്ഷെ ഞാൻ ഈ രണ്ടുപേരെയും ഒരു ഹോട്ടലിൽ വെച്ച് കാണുന്ന സമയത്ത് എനിക്ക് രണ്ടുപേരോടും സംസാരിക്കുന്ന സമയത്ത് തോന്നിയിട്ടുള്ളത് ഈ രണ്ടുപേരും പരസ്പരം ബൂസ്റ്റ് ചെയ്യുന്ന രണ്ടുപേരാണ്. അതൊരു വലിയൊരു ഗുണമാണ്. അതുണ്ടാവും, എല്ലാ കുടുംബ ജീവിതത്തിലും ഉണ്ടാവുന്നതാണ്. മാരീഡ് ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബൂസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. എന്നാലും നമുക്ക് ലൈഫ് ടൈമിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. കാരണം പലപ്പോഴും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരം ബൂസ്റ്റിങ്ങുകൾ ഉണ്ടാവില്ല, മറിച്ച് അവരുടെ ബോക്സിങ്ങേ ഉണ്ടാവാറുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ബൂസ്റ്റിംഗ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിന്റെ പാർട്ടായിട്ടുള്ള സിജോ ആൻഡ് കിക്കിന്റെ ട്രഷറർ മൊയ്നുക്കേടുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് ഞങ്ങളൊരു വലിയ പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതിന്റെ ഡയറക്ടറാണ് വിനു ആണ് ഇതിന്റെ ഡയറക്ടർ. അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞങ്ങളുടെ അടുത്തൊരു പ്രൊജക്ട് വരുന്നുണ്ട്, ഇൻഫ്ലുവൻസർമാരൊക്കെ ആയിട്ടുള്ളത്. അതിന്റെ ഒരു തുടക്കം ഇതിലൂടെ ആവട്ടെ. ഒരുപാട് സന്തോഷം. മനീഷ്, ശരണ്യ, ഒരുപാട് ഉയരങ്ങളിലേക്ക്. ഞാൻ ഈ മൈക്ക് ഇവിടുത്തെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. ചിരിച്ച് ഒരു റൂഷൊക്കെ ഉണ്ടായിരുന്നു. നാച്ചുറൽ ആണല്ലേ, ഭയങ്കരമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സ്കൈകോഡിൽ ആദ്യമായിട്ട് നമ്മൾ കുറേ പേർക്ക് ആക്ടിങ് ഇഷ്ടമുള്ളവർ, ഡയറക്ടർ ആകാൻ ആഗ്രഹമുള്ളവർ, ഈ സിനിമാ ബന്ധമായിട്ട് എന്തൊക്കെ ഫീൽഡുണ്ടോ. കാരണം ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അവസരത്തിന് വേണ്ടി ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഭവം ആർക്കും വരാൻ പാടില്ല. അങ്ങനെ ഒരു ആഗ്രഹം കൂടിയുണ്ട്. സോ എങ്ങനെയുണ്ടായിരുന്നു? താങ്ക് യു. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആൽബം ചെയ്യുന്നത്. അതിലുപരി ഇതേപോലെയുള്ള വ്യക്തികളുടെ കൂടെ വേദി പങ്കിടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആദ്യമേ തന്നെ വിനു ബ്രോ, എനിക്ക് എന്നെ കാസ്റ്റ് ചെയ്ത വിനു ബ്രോ, പ്രൊഡക്ഷൻ സ്കൈകോഡ് പ്രൊഡക്ഷൻ, മനീഷേട്ടൻ, ശരണ്യ ചേച്ചി, പിന്നെ ജി മോൻ ചേട്ടൻ, എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. പിന്നെ എനിക്കിങ്ങനെ ഒരു ലോഞ്ച് എൻ്റെ ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ മുന്നിൽ ചെയ്യാൻ പറ്റിയത് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു ആൽബം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. വിന്നറല്ലേ, നമ്മളെ ഫാഷൻ്റെ വിന്നറല്ലേ? ഞാൻ ട്രിവാൻഡ്രം ലുലുവിൽ വെച്ച് നമ്മൾ ഇത് ബ്യൂട്ടി ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ റണ്ണറപ്പാണ്. മിനിഞ്ഞാന്ന് കഴിഞ്ഞുള്ളൂ.